ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമ്മൾ റൈഡ് പോകുന്നത് കാസർഗോഡേക്കാണ്. കാസർഗോഡ് നല്ല പള്ളിച്ചോറും കറിയെല്ലാം തിന്നാൻ വേണ്ടി പോകുന്നതാണ്. നമ്മളിത് യൂട്യൂബിൽ കുറേ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതാ ഞാനും ഷിറു ഹായ്. അങ്ങനെ ഷിറു ഡോമിനറും ഞാൻ അവഞ്ചറും എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ 10:30 മണിക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പോൾ സമയം 11:30 മണി. പിന്നെ ഇവിടുന്ന് 88 കിലോമീറ്ററാണ് നമുക്ക് കാസർഗോഡേക്ക് ഉള്ളത്. പ്രോപ്പർ കാസർഗോഡല്ല, കാസർഗോഡ് നിന്ന് പിന്നെയും കുറച്ചും കൂടി ഉള്ളോട്ടേക്ക് പോകാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓടിച്ച് അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും നമ്മൾ ലഞ്ച് കഴിക്കേണ്ട സമയമാവും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു ദിവസം പോകാമെന്നെല്ലാം വിചാരിച്ച് ഇങ്ങനെ നിന്നതായിരുന്നു. ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്കാണ് നമ്മൾ റോഡിനുള്ള അവസ്ഥ നോക്കിയാട്ടെ. ഇപ്പം തന്നെ ഫുൾ ചളി വിളിയായി. ഇനിയിപ്പോൾ നല്ല മഴയിലും പെയ്യുമ്പോഴേക്ക് ഇതിലൂടെ ബോട്ട് എടുത്തിട്ട് പോകേണ്ടി വരും. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. 2-3 ദിവസമായിട്ട് നല്ല കാർമേഘമാണ്. മഴയില്ല, പക്ഷേ നല്ല കാർമേഘമായിരുന്നു. ഒരു മിനിറ്റ്, ഷിറു എന്തോ ചോദിക്കുന്നുണ്ട്. എന്തേ ലൈസൻസാ? എൻ്റെ കയ്യിലുണ്ട്, വന്നോ. ആ, നമ്മളാരാ മോള്? എൻ്റെ ലൈസൻസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ ഷിറുവിൻ്റെ ലൈസൻസ് കൊടുത്തിട്ട് കയ്യിൽ വെച്ചത്. എനിക്കറിയാം ഇതെന്തായാലും മറക്കുമെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വെയിലിൻ്റെ കാര്യം. ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. ഇന്നലെയും മിന്നാന്നെല്ലാം പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു, പക്ഷെ മഴയൊന്നും പെയ്യുന്നില്ല കേട്ടോ. നല്ല മഴക്കാറുണ്ട്. ഇന്നലെ നമ്മളെ ചെടിൻ്റെ ഷീറ്റെല്ലാം കയറ്റി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു മെയ് പകുതി ആകുമ്പോഴേക്ക് തന്നെ മഴ നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം മഴ ഒന്നും എനിക്ക് തോന്നുന്നത് കുറച്ച് ലേറ്റാന്ന് തോന്നുന്നു. ഇടയ്ക്ക് മഴയുണ്ട്, എന്നാലും അങ്ങനെ കാര്യമായ മഴ പിടിച്ചിട്ടില്ല. പിന്നെ ഏതായാലും ഷീറ്റെല്ലാം കയറ്റാൻ വിചാരിച്ചിട്ട് ഷീറ്റ് കയറ്റിയതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ലെഫ്റ്റിലൂടെ പോയി കഴിഞ്ഞാൽ നേരെ പഴയങ്ങാടി എത്താൻ പറ്റും. പക്ഷെ ഇപ്പോൾ അവിടെ വർക്കെല്ലാം നടക്കുന്നതുകൊണ്ട് അതിലൂടെ പോകാൻ കഴിയില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മളവിടെ 1-2 സ്ഥലത്ത് കപ്പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകാൻ കഴിയില്ല. ഇവിടെ ഞാൻ കുറച്ച് ദിവസമായിട്ട് നെയ്യ് ഏൽപ്പിച്ചിട്ടുണ്ടാവും, ഒന്ന് പറയട്ടെ. വാങ്ങിക്കാൻ വരാൻ സമയം കിട്ടിയിട്ടല്ല. എവിടെ എടുത്തു വെച്ചിനാ? നാളത്തേക്കാ? ഞാൻ ഇന്നലെയെല്ലാം വന്നിന്, പക്ഷേ നിങ്ങൾ പൂട്ടിയിട്ടാണ്ട്. അതാ, ഓക്കെ എന്നാ. ആ, ചെയ്തു വെക്കട്ടാ. ഇന്ന് പിന്നെ നമ്മൾ കാസർഗോഡ് വന്നേ, അതുകൊണ്ട് ആ പോട്ടെ. നമ്മളെപ്പോൾ ഇവിടുന്ന് മോര് വാങ്ങിക്കലുണ്ട്. നല്ല അടിപൊളി മോരാണ്. പിന്നെ നെയ്യ് ചേട്ടൻ നമുക്ക് ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞതാണ്. 2 ദിവസമായി ഞാൻ ഇവിടെ വരുന്നു, പക്ഷേ പൂട്ടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ 2 ദിവസം ലീവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നാളെ വന്നിട്ട് വീണ്ടും വാങ്ങിക്കണം. അടിപൊളി മോരാണ് കേട്ടോ. ഇവരെ മോര് നമ്മളെല്ലാ ദിവസവും വാങ്ങിക്കലുണ്ട്. പിന്നെ ഇന്ന് വീട്ടിലില്ലാത്തതുകൊണ്ട് വാങ്ങിക്കാത്തത്. അതിനിടയിൽ ആരോ ഒരാൾ ഫ്രണ്ടിലേക്ക് കയറിയിട്ട് കേട്ടെ. ഷിറുവിനോട് എത്ര പറഞ്ഞാലും ബാക്കിലേക്കൂല, കുരുത്തക്കേടാണ്. അത് നമ്മളെ ഓയിൽ മില്ലാണ്. നമ്മൾ അവിടെ നിന്നാണ് വെളിച്ചെണ്ണ വാങ്ങിക്കൽ. വാവ്, അവിടെ ഇപ്രാവശ്യം മറ്റേ ഇതെല്ലാം ഉണ്ടല്ലോ, ബത്തക്കയും പിന്നെ അതുപോലെ മറ്റേ ഷമാമില്ലേ, അതും കാണുന്നുണ്ട്. ഷമാമ് ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ അവിടുന്ന് ബത്തക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബത്തക്കയായിരുന്നു. ഇപ്പോൾ ഷമാമ ആ സമയം ഉണ്ടായിട്ടില്ല. ഇന്ന് അവിടെ ഷമാമും കാണുന്നുണ്ട്. നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് ഇവിടുന്ന് അവിടെ എത്തുമ്പോഴേക്ക് ശരിയാ പറയാ, ഞാനും മേടിച്ചു, നായിയും മേടിച്ചു. നൈസ്. എപ്പോൾ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നായി പൂച്ച, ഇത് രണ്ടിനും നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ ഇത് ചാടും എങ്ങനെ വരും എന്നുള്ളത്. കാരണം വെച്ചാൽ പെട്ടെന്നായിരിക്കും ഓടുന്നുണ്ടാകുക. പക്ഷേ മിക്കപ്പോഴും അപകടം ഉണ്ടാകുന്നത് ഈ 2 സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഓരോ സമയത്ത് പൂച്ചേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂച്ച എപ്പോഴും ക്രോസ് ചെയ്യും, അതേ സ്പോട്ടിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യും. മുമ്പ് ഒരിക്കൽ നമ്മൾ മൈസൂർ പോയാലും എൻ്റെ ഫ്രണ്ട് സ്മൃതിയും അവളനിയത്തിയും നമ്മളെ മുമ്പിലുണ്ടായിരുന്നേ. അപ്പോൾ അവരിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇതേപോലെ നായി ചാടുന്ന ഇവൾ കണ്ടതുകൊണ്ട് നല്ല സ്പീഡിലായിരുന്നു എല്ലാവരും. അപ്പോൾ ബ്രേക്ക് പിടിച്ചു, പക്ഷേ പിന്നെ അടുത്തെത്തുമ്പോഴേക്ക് അതിനെ തട്ടി വീണ് കാര്യമായി പരിക്കൊന്നും പറ്റിയില്ല. കാരണം വെച്ചാൽ ആദ്യമേ ഇവൾ കണ്ടിട്ട് കുറച്ചൊന്ന് സ്ലോ ആക്കിയതുകൊണ്ട് രക്ഷപ്പെട്ടിന്, അല്ലെങ്കിൽ പെട്ടുപോയേനെ.
അതുകൊണ്ട് എപ്പോഴും നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് സാധനത്തിന് ശ്രദ്ധിക്കണം. പിന്നെ എപ്പോൾ ശ്രദ്ധിച്ചാൽ ഇത് വരുന്നത് അങ്ങനെ ഒരു എന്താ പറയുക സ്പോണ്ടാനിയസ് ആയിട്ട് വരുന്നതാണ്. പെട്ടെന്ന് കാണാം നമ്മൾ അവർ കണ്ട് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴേക്കും അത് അവിടെ എത്തും. ഓക്കെ, എന്തായാലും നമ്മളിന്ന് രക്ഷപ്പെട്ട്. ഇതാണ് നമ്മളെ ജിമ്മ് എക്സോ. നമ്മളിപ്പോൾ 3 ആൾക്കാരതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഞാനും മസിയും ഷിറും എല്ലാം കൂടിയാണ് പോകുന്നത്. ഈ സമയമായതുകൊണ്ട് നല്ല റഷാണല്ലോ. നമ്മളിപ്പം ചെറുകുന്ന് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. ഈ അമ്പലത്തിൽ വിഷുവിൻ്റെ സമയത്താണ് ഉത്സവം ഉണ്ടാകുക. വിഷുവിൻ്റെ അന്ന് മുതലാണ് ഇവിടെ ഉത്സവം തുടങ്ങുന്നത്. അത് ഒരു 4 ദിവസം ഉണ്ടാവും. അങ്ങനെ ഇതിപ്പം നമ്മൾ നാഷണൽ ഹൈവേ 70 കയറാൻ പോകുന്നത്. എനിക്ക് കാസർഗോഡേക്ക് 71 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ ഇതാ നമ്മൾ പിന്നെ പുതിയ ഹൈവേയിലേക്ക് കയറാൻ പോയെന്ന്. അപ്പോഴേക്കും ആരാടാ പുതിയ മുമ്പിൽ വന്നിരിക്കുന്നത്? നമ്മളൊന്ന് പോട്ടടാ, നിൽക്കട അവിടെ. ഓക്കെ, അപ്പോൾ ഇതാ മുകളിലൂടെ ബസ്സൊക്കെ പോകാൻ തുടങ്ങി. നമ്മളിപ്പോൾ ഇത് പഴയങ്ങാട് കയറുന്നതുകൊണ്ടാണ് പിന്നെ ഈ റോഡിലേക്ക് വരുന്നത്. ഈ ഹൈവേ പണിയെല്ലാം കഴിഞ്ഞോ ഓപ്പണായി കഴിഞ്ഞാൽ നമ്മളെ ബൈക്കേഴ്സിനൊന്നും അതിൽ കയറ്റൂല എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. എന്താവും ഏതാവും എന്നൊന്നും പറയാൻ കഴിയില്ല. പുതിയ ഭരണം വന്നുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ നോക്കാം എന്താണെന്നുള്ളത്. ഇതിനിപ്പോൾ നമ്മൾ പയ്യന്നൂർ ടൗണിലേക്കാണ് കയറാൻ പോകുന്നത്. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ എല്ലാവരും പയ്യന്നൂർ ടൗണിൽ കയറിയിട്ട് വേണം പോകാൻ വേണ്ടി. ഇപ്പം ശരിക്കും കാസർഗോഡ് പോകാൻ നമുക്ക് സുഖമാണ്. പക്ഷേ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ വടകര കൊയിലാണ്ടി ഭാഗത്തൊന്നും പണി തീരാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് പോകാൻ വേണ്ടി. മിക്ക സ്ഥലത്തും റോഡൊക്കെ പൊട്ടിച്ചിട്ടിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ നോക്കണ്ട. കാരണം ഉള്ള കുഴിയിലൊക്കെ വെള്ളവും പിന്നെ ചളിയും പിന്നെ അതുപോലെ കമ്പി കഷ്ണങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ വണ്ടിക്കെല്ലാം കയറിക്കഴിഞ്ഞാൽ അറിയാം ആ കമ്പി കയറിയിട്ടുണ്ടെന്ന്. ഈ ഗ്രാൻഡ് വിത്താര ഉരുട്ടുന്നുണ്ടല്ലേ, അതാണ് അവിടെ ബ്ലോക്ക് വന്നത്. വിത്താരക്കുട്ടി വേഗം എടുക്കൂ. ഇതാണ് പെരുമ്പാപ്പുഴ. ഇപ്പോൾ പയ്യന്നൂരെത്തുമ്പോഴേക്കൊരു കാർമേഘമെല്ലാം വന്നിട്ടുണ്ട്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളെ പയ്യന്നൂർ ടൗണ്. ലെഫ്റ്റിലേക്ക് പോയാൽ ടൗണിലേക്ക് എത്താം. പക്ഷെ നമുക്ക് കാസർഗോഡേക്ക് ആയതുകൊണ്ട് സ്ട്രെയിറ്റ് പോകാം. ഗരുഡൻ, ഐ ലവ് പയ്യന്നൂർ, അജ്ഫാൻ എല്ലാം ഉണ്ടല്ലോ ഇവിടെ. നമ്മളെ മാച്ചക്കൂട്ടം പഠിക്കുന്നത് പയ്യന്നൂരാണ്. ഇപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാരൻറ്റ്സ് മീറ്റിങ്ങിന് പയ്യന്നൂർ വരുന്നതെന്ന്. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇതാ ഫലൂദയെന്ന് ഒരു ഫലൂദയൊക്കെ കുടിച്ചിട്ട് പോകും. എന്താ പോക്കത്. പക്ഷെ ഇപ്പം കുറച്ച് കാലമായിട്ട് നമ്മൾ ഇതേപോലത്തെ റൈഡേഴ്സിനെ കാണലില്ല കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് കാലം മുമ്പെല്ലാം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ തന്നെ ഉണ്ടാവും, ഒരു 8 വരച്ചിട്ടൊക്കെ പോകുന്ന പോലെ. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇതേപോലത്തെ പിള്ളേരൊന്നും കാണുന്നില്ല. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒന്നിനെ കണ്ടത്. നമ്മളിപ്പോൾ ഉണ്ടല്ല കാസർഗോഡ് എത്താനായി, ഇനി ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ കാസർഗോഡേക്ക്. അപ്പോൾ ഇവിടെ എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണെല്ലാം ഒരുപാട് എടുത്തിട്ടുള്ള സ്ഥലമാണ് ഇതെല്ലാം. അപ്പോൾ മണ്ണ് മഴക്ക് ഇളകി പോകാതിരിക്കാൻ വേണ്ടി കോൺക്രീറ്റ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം കുറേ വർഷമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ, എവിടെ എത്തിയത് എന്താണെന്നുള്ള. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൊക്കേഷൻ നോക്കിയപ്പോൾ അത് മനസ്സിലായി. അതിനൊരു 5 കിലോമീറ്റർ ഉള്ളൂ കാസർഗോഡേക്ക്. നല്ല എന്താ പറയുക, നല്ല അടിപൊളി കാലാവസ്ഥയാണ് ഇപ്പോൾ. വെയിലെല്ലാം പോയി നല്ല മഴക്കാറാണുള്ളത്. അപ്പം നല്ല സുഖമുണ്ട് റൈഡ് ചെയ്യാൻ വേണ്ടി. പക്ഷെ മഴ വന്നിട്ടുണ്ടെങ്കിൽ പണിയായിപ്പോവും. കാരണം വെച്ചാൽ എൻ്റെ മഴക്കോട്ട് മാസി എടുത്ത് പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ ചെറുവിന് മാത്രമേ മഴക്കോട്ടുള്ളൂ. അപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മഴ കൊള്ളേണ്ടി വരും. അതാണ് അവസ്ഥ. ഏതായാലും നോക്കാം, പെയ്യോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റാത്തല്ല ഉള്ളത്. ഈ വണ്ടി എവിടെയോ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. കണ്ടേക്കാം, അതേടി ഇപ്പം കണ്ട പോലെയായി എന്നൊക്കെ പറയും. പഴയ പാലാന്നപ്പുറമുള്ളത്, ഇത് പുതിയ പാല.
അപ്പോൾ എക്സാക്റ്റ് എവിടെ എത്തിയെന്നുള്ളത് മാത്രം പറയാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം മൊത്തം റോഡ് പൊളിച്ച് പണിയുന്നതുകൊണ്ട് എവിടെ ലൊക്കേഷൻ എന്ന് മനസ്സിലാകുന്നില്ല. കാസർഗോഡ് ടൗണിലേക്ക് താഴോട്ടേക്കാണ് പോകേണ്ടത്. അപ്പം നമ്മൾ ലൊക്കേഷൻ വെച്ചിടത്തേക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 800 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയേ. ചിറടിച്ചപ്പെടുന്നതിൻ്റെ മുമ്പിലേക്ക് ലൊക്കേഷനൊന്നും ഇല്ലാണ്ട്. ചിച്ചാ നിക്കവിടെ മഴ പെയ്യാൻ തുടങ്ങി ഗായ്സ്, മഴ. അപ്പം ഇനി ഇതാ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് കട്ട് ചെയ്യണം. കളക്ടറേറ്റ് ജംഗ്ഷനാണിത്. കാസർഗോഡ് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു റോഡിൽ ആദ്യമായിട്ടാണേ. നമ്മളിപ്പോൾ നമ്മൾ സാധാരണ കാസർഗോഡ് നേരെ എത്തിയ ഒരു റൗണ്ട് അബൌട്ട് എല്ലാം കിട്ടലുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അതൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഹൈവേ പിടിച്ച് വന്നോണ്ടാന്ന് തോന്നുന്നു അതൊന്നും കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം. സീതാങ്കോളി ഉളിയത്തടുക്ക കിംഫ്ര വിദ്യാസാഗർ അല്ല, വിദ്യാനഗർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുന്ന് ഇതാ റൈറ്റിലേക്ക് നമുക്ക് കട്ട് ചെയ്യണം. മധുർ ടെമ്പിളിലേക്ക് പോകുന്ന റോഡാണ്. ഓക്കെ, മധുർ ടെമ്പിളൊക്കെ കേട്ടിട്ട് പോലും ഇല്ലേ. അപ്പോൾ ഓക്കെ, ഇതാ ഇവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് നേരെ പോകണം. ഓക്കെ, ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ സ്ട്രെയിറ്റ് പോകാനാണ് പറയുന്നത്. എത്തിയാണ് നമുക്ക് ടോട്ടൽ 6 കിലോമീറ്റർ ഉള്ളത്. സീതാങ്കോളി മധുർ എന്നൊക്കെ പറയുന്ന ഭാഗത്ത്, സീതാങ്കോളിയിലൊക്കെ ഇതിലേക്കാണ് പോകട്ടെ. വാ, എന്ത് ഭംഗിയാ നോക്കി, ഈ മഞ്ഞപ്പൂക്കൾ സൈഡിൽ വെച്ചിട്ട്, അടിപൊളി. വിദ്യാനഗർ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത്. അവിടെ കാണുന്നില്ല, എവിടെയെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഓക്കേ, മഴ പോയി. മഴ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറി നിൽക്കേണ്ടി വരും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടിപ്പം സമയം എത്രയായി? 1:15. 11:30 ഇറങ്ങിയതാണ്. നമ്മൾ ഇറങ്ങിയിട്ട് വെള്ളം ഒന്നും കുടിച്ചിട്ടില്ല. ശരിക്കും എന്ന് പറഞ്ഞാൽ ദാഹിക്കാൻ തുടങ്ങി. പിന്നെ ചെറുതായിട്ട് തലവേദന വരാൻ തുടങ്ങി. ഹൈവേ പിടിച്ചാൽ ഇതാണ് ബുദ്ധിമുട്ട്. നമുക്ക് ചെറിയ ചെറിയ കടകളൊന്നും കിട്ടൂല. ഇങ്ങനെ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പം ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിർത്തണം. അതായത് ഒരു ലൈം സോഡയോ അങ്ങനത്തെ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി. വണ്ടിക്ക് പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ സമയം ഷുറു പറയുന്നത്. പക്ഷേ നമ്മൾ വരുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല. എന്താ ഒരു ബ്ലാക്ക് കളർ, ഞാവൽ എനിക്കിഷ്ടപ്പെട്ട സാധനം തിരിച്ചു പോകുമ്പോൾ ഉണ്ടെങ്കിൽ വാങ്ങിക്കണം. എൻ്റെ മക്കളെ, ഒരു പെട്രോൾ പമ്പിന് വേണ്ടിയുള്ള അലച്ചിൽ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കാണും, ആവശ്യത്തിന് കാണൂല. പെട്രോൾ പമ്പ്. അപ്പോഴേക്ക് ബാക്കിൽ നിന്ന് ഹോണടി ഷിറുവിൻ്റെ വക. ഓക്കെ, ചേട്ടനും ഈ പമ്പിലേക്കാ വന്നോളൂ. അതിനിപ്പോൾ നമ്മളിത് കുറേ നോക്കിയിട്ടല്ലേ നമുക്ക് ഈ പമ്പ് കിട്ടിയത്. ഇനി നോക്കിക്കോ, ഇനി ഇടയ്ക്കിടയ്ക്കേ പമ്പ് കാണും. അതാർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നോക്കി, ഇപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യമെല്ലാം നോക്കുമ്പോൾ അതൊന്നും കിട്ടൂല. പക്ഷേ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിക്കടി കണ്ടുകൊണ്ടിരിക്കും. ചേട്ടൻ എത്ര വേണം? 500. പെട്രോൾ ഉണ്ടോ? ഓക്കെ, 500 മതിയാ? വാവ്, നല്ല വയലല്ലേ ഇത് ശരിക്കും. എന്നാ സംഭവം? ഗ്രൗണ്ട്, നല്ല ഗ്രൗണ്ടിൻ്റെ നടുക്ക് ഒരു ഇരിക്കാനുള്ള സ്ഥലം. അടിപൊളി. വൈകുന്നേരം എല്ലാം വന്നിരിക്കാൻ നല്ല സുഖമായിരിക്കും. ഇതാരെന്ന് തോന്നുന്നു മധുർ ടെമ്പിൾ കേട്ടോ. കറക്റ്റ് എനിക്ക് അറിയില്ല, ഇവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നോക്കാം. അല്ല, വേറെന്തോ പേരാന്നേ. മധുർ ടെമ്പിൾ എന്ന്. ഇനി ഇതിനാണോ പേര് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതന്നെ മധുർ ടെമ്പിൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഇത് ഫേമസ് ആയിരിക്കും.
മദർ ബ്രിഡ്ജ്, ഒരു കുഞ്ഞും ബ്രിഡ്ജ്, വെള്ളമൊന്നുമില്ല കേട്ടോ. $180 മാത്രമേ ഉള്ളൂ. 70, 50. കൊയ്യ തട്ടുകടിതാ, കൊല്ലുക. ഓ, നല്ല തിരക്കുകളെല്ലാം ഉണ്ടല്ലോ. ഇവിടെ വെച്ചാൽ പോരെ. അങ്ങനെ യൂട്യൂബേഴ്സൊക്കെ ഫേമസ് ആക്കിയിട്ടില്ലേ തട്ടുകടയിൽ നമ്മൾ വന്ന് ഫുഡെല്ലാം കഴിച്ച്. നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ കാണുന്നിടത്തൊന്നും പോക്കില്ല കേട്ടോ. പോയിടത്തുനിന്നെല്ലാം നമുക്ക് പണിയിട്ടലാണ്. പക്ഷേ ഇത് പണിയൊന്നും കിട്ടിയിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എന്താ പറയുക, ആ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചോറിൻ്റെ ടേസ്റ്റ്, പിന്നെ കറി കുറച്ചും കൂടി നല്ല ഗ്രേവിയെല്ലാം നല്ല തിക്കായിട്ടുള്ള അടിപൊളി സംഭവം, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ടായിന്. പക്ഷെ അത് കുറച്ചൊരു ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല. അപ്പോൾ ഷുറു പറഞ്ഞതെന്ന് വെച്ചാൽ ഗൾഫിലൊക്കെ അങ്ങനെയൊന്ന് കിട്ടലെന്നാണ്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്. ഈ ഭാഗത്തൊക്കെ വരുന്നവരാണെങ്കിലും ഒന്ന് വന്ന് കഴിച്ച് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ പീലിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയത്. അന്നേരം ഞാൻ പറയാം ഷിറുവിനോട് കവ്വായി പോയാലോ എന്ന് ചോദിച്ചു. കവ്വായിയുടെ അടുത്താണ്, ഏകദേശം ഒരു 13 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം ഷിറുവിനോട് ചോദിച്ചു, അവിടെ ഷിറു നമുക്ക് പോയിട്ട് പിന്നെ കയാക്കിങ്ങെല്ലാം ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കയാക്ക് ചെയ്യാൻ വേണ്ടി. നല്ല രസമാണ് അവിടെ കയാക്ക് ചെയ്തിട്ട്. പിന്നെ ഇതിൻ്റെ അടുത്തെത്താം, നമ്മളെ കണ്ടൽക്കാടുകളില്ലേ, അത് കുറേ ഉള്ള സ്ഥലത്ത് എത്തും. എന്നിട്ട് അവിടെ നമുക്ക് നടക്കാനൊക്കെ പറ്റും ഇറങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. പിന്നെ അടിപൊളി നല്ല വൈബാണ്. അപ്പോൾ ഷിറു അന്നേ പോകണമെന്ന് പറഞ്ഞല്ലാണ്ട് പോകാൻ പറ്റിയില്ല. അപ്പം ഇപ്പം ഏതായാലും നമ്മൾ പിന്നെ തിരിച്ചു പോകുമ്പോൾ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചാൽ എന്നാൽ പിന്നെ നമുക്ക് അവിടെ ഒന്ന് കയറിയിട്ട് പോകാൻ തന്നെ. ഇതിപ്പോൾ നടക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. പടന്ന കവ്വായിൽ വരുമ്പോൾ ഒന്നെങ്കിൽ രാവിലെ വരണം, അല്ലെങ്കിൽ വൈകുന്നേരം വരണം. ഈ 2 സമയമാണ് നല്ല വൈബ് ഉണ്ടാകുക. ഉച്ച സമയത്തെല്ലാം പിന്നെ വെയിലല്ലേ ഉണ്ടാകുക. അപ്പോൾ ആ സമയം നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനും കഴിയില്ല. പിന്നെ ബോട്ടിലൊക്കെ പോകുമ്പോൾ പറഞ്ഞാൽ ഫുൾ വെയിൽ കൊള്ളേണ്ടി വരും. അത്ര ഒരു വലിയ രസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നത് വൈകുന്നേരമാണ്. പിന്നെ ഇപ്പോൾ വൈകുന്നേരം എല്ലാം ആകുമ്പോഴേക്ക് ഇടിയും പിന്നും മഴയിലാണ്. ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥ കാണുന്ന സമയം 4 മണിയാകാനായി. പിന്നെ അപ്പം ഇനി 5 മണിയാകുമ്പോൾ ഇടിയും പിന്നും വരുമോ ഒന്നും അറിയില്ല. എന്തായാലും ഇന്ന് നല്ലൊരു കാലാവസ്ഥ കാണുന്നത്. അല്ലെങ്കിൽ ഒരു 2 മണിയൊക്കെ കഴിയുമ്പോഴേക്ക് തന്നെ ഇടിയും പിന്നൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. ഇതാണ് തൃക്കരിപ്പൂർ കേട്ടോ, തൃക്കരിപ്പൂർ ടൗണാണ്. നമ്മുടെ സൈക്കിൾ ക്ലബ്ബെല്ലാം ഉണ്ട് തൃക്കരിപ്പൂര്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടൗണാണല്ലോ തൃക്കരിപ്പൂർ. അങ്ങനെ ഇപ്പം നമ്മൾ പയ്യന്നൂരെത്തി. പയ്യന്നൂരിൽ നിന്ന് ആകെ 2.5 കിലോമീറ്റർ ഉള്ള നമ്മൾ ഈ അടുത്തേക്ക്. ഇതാ കവ്വായി ബോട്ടിങ് ആൻഡ് കയാക്കിങ്. ലെഫ്റ്റിലേക്ക് പോവുക. അവിടുന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെ കവ്വായി പിന്നെ ബോട്ടിങ് സെൻറ്ററിലേക്ക് എത്തുക. ഇതാണ് നമ്മളെ കവ്വായി ബോട്ടിങ്ങിൻ്റെ സ്ഥലം. ഇവിടെ ബോട്ടിങ് ഉണ്ട്, കയാക്കിങ് ഉണ്ട്, ഒരുപാട് വണ്ടികളും ഉണ്ടല്ലോ. പേ ആൻഡ് പാർക്കിംഗ്, പ്രൈവറ്റ് റോഡ്, നോ പാർക്കിംഗ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാമല്ലേ, ബൈക്കായതുകൊണ്ട്. ഞങ്ങളിവിടെ എത്തുമ്പോൾ നല്ല വെയിലാണ്. ഇപ്പോൾ പിന്നെ സമയം 4:30 മണിയായിട്ടില്ലോ. ഒരു 5 മണിയിലെ കഴിയട്ടെ ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഇങ്ങനെ കണ്ണ് വെച്ചെടുത്ത് തുറക്കാൻ പറ്റില്ല, ആ ഒരു വെയിലുള്ള. അപ്പോൾ മുമ്പ് ഞാൻ വന്നെന്നറിയില്ല. അപ്പോൾ ആ സമയത്ത് ജെറ്റ് കൈയും പിന്നെ അതുപോലെ ബനാന ബോട്ടിങ്ങെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പിന്നെ വെറും കയാക്കിങ്ങും ബോട്ടിങ്ങും മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് മിക്ക ആൾക്കാരും പിന്നെ ബോട്ടിങ് തന്നെയാണ് ചെയ്യുന്നത്. കയാക്കിങ് നമ്മൾ വന്നിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂറായി, എന്നിട്ട് ആരും ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ലേ. നമ്മൾക്ക് എവിടെയാണോ പോകേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റാണ് തോട്ടം. വലത്തോട്ടേക്കാണെങ്കിൽ ഇടത്തോട്ട് വഴിയോ, ഇടത്തോട്ട് വേണമെങ്കിൽ ഇടത്തോട്ട്, അതേപോലെ റിവേഴ്സ് ആണെങ്കിൽ ബാക്കിൽ നിന്ന് മുമ്പോട്ടേക്ക്. ഓക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരെ തുഴഞ്ഞ് വരുമ്പോഴേക്ക് എന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ
കണ്ടൽക്കാടുകളാണ്, ഒരു കൂട്ടമായിട്ട് നിൽക്കുന്ന കണ്ടൽക്കാടുകൾ. അതിനിടയിലൂടെ നമുക്ക് ഇങ്ങനെ തുഴഞ്ഞു പോകാൻ നല്ല രസമാണ്, ഒരു പ്രത്യേക വൈബാണ് ഇതിൻ്റെ അകത്തൂടെ പോകുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇറങ്ങി നമുക്ക് നടക്കാൻ പറ്റും. ഇപ്പം നമുക്ക് മുട്ടോളാണ് വെള്ളം ഉള്ളത്. ഇവിടെ പ്രായമുള്ളവരും ചെറുപ്പക്കാരും അങ്ങനെ എല്ലാ പ്രായഭേദമന്യേ എല്ലാവരും ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല വൈബാണ് കേട്ടോ, ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ ഇവിടെ വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. പിന്നെ ഈ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേലിയിറക്കും വേലിയേറ്റമൊക്കെ നോക്കിയിട്ട് ഇവരിപ്പം ഈ ഒരു മെയ് മാസത്തിൽ ഉച്ചക്ക് 1 മണി മുതലാണ് കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയം മുതലാണ് ഇവിടെ വെള്ളം ഉണ്ടാകുക. അല്ലെങ്കിൽ വേലി ഇറക്കത്തിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം ഇല്ലാണ്ട് പൂഴി മാത്രം ഉണ്ടാകാന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ കണ്ടൽക്കാടുകളെല്ലാം തന്നെ ഉണ്ടല്ല വലിയൊരു ബോൾ ഷേപ്പായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇത്ര പോലെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എത്രയോ വലിയ ഹൈറ്റ് ആയിട്ടുള്ള മരങ്ങളായേ. അങ്ങനെ കയാക്കിങ്ങിലും കഴിയുമ്പോഴേക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിന്. അപ്പോൾ ഇത് നമ്മൾ അവിടുന്ന് ഒരു മുറുക്ക് വാങ്ങിച്ചിട്ട് തിന്നുകൊണ്ട് കഴിയുന്നു. ചെറു പകുതിയായി കേട്ടാ. എമ്മാതിരി പഠിപ്പിച്ചേ, അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്, റൈറ്റ് പറയുമ്പോൾ ലെഫ്റ്റ്, ലെഫ്റ്റ് പറയുമ്പോൾ റൈറ്റ്. അതിൽ എത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവില്ല. അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ടാക്കുന്നു. ഇത് ചെയ്യുക. ലാസ്റ്റ് ഞാൻ പറയാം ഇവിടെ വെച്ച ബാക്കി ഞാൻ തുഴഞ്ഞോളൂ. അങ്ങനെ മൊത്തം എന്നെക്കൊണ്ട് തുഴഞ്ഞ് ഞാൻ ആകെ ക്ഷീണം പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 6:30 മണിയായി. ഫുൾ നനഞ്ഞ് പൂഴിയും എല്ലാം ആയിട്ടും ഉള്ളത്. ഷൂ എങ്ങനെയെല്ലാം വലിച്ച് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ പോയാൽ അതെല്ലാം കഴുകി ഇടും വേണം. മൊത്തം പണിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടുന്ന് വീട്ടിലേക്ക് പോവാന്ന്.